നമസ്കാരം. ഞാൻ റിയാസ്. 10 വർഷമായി മസ്കറ്റ് ജോലി ചെയ്യുന്നു. ഇവിടെ സാമൂഹിക മാധ്യമങ്ങളിൽ ഒരുപാട് ചർച്ചകൾ ചെയ്ത ഒരു കാര്യമാണ് ഹിജാബ് നിരോധനം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ സിദ്ദിഖ് ഭായിയോട് ചോദിച്ചറിയാം. റിയാസ് ചോദിച്ചത് നമ്മുടെ പൊതു ചർച്ചയിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന എന്നാൽ കാലിക പ്രസക്തിയുള്ള വളരെ റെലവൻ്റ് ചോദ്യം തന്നെയാണ്. ഈ വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യം, അതുപോലെ സംസ്കാരം, പൈതൃകം, പാരമ്പര്യം എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. നമുക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ ഇന്ത്യ ബഹുമത സംസ്കാരമുള്ള വൈവിധ്യമുള്ള ഒരു രാജ്യമാണ്. ബഹുസ്വരതയുടെ ജീവത്തായ ഒരു ചരിത്രം തന്നെ നമുക്ക് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നമ്മുടെ നാടിനെ കുറിച്ച് പറയാനുണ്ട്. നമ്മുടെ നാട് പുരാതന കാലം മുതലേ കൈമാറി വരുന്ന മഹത്തായ പൈതൃകമാണ് മതപരമായിട്ടുള്ള വൈവിധ്യം എന്നുള്ളത്. ഇവിടെ ഹിന്ദു മതവും ഇസ്ലാമും ക്രിസ്തു മതവും സിഖ് മതവും ബുദ്ധ മതവും ജൈനമതവും ഒക്കെ ഇവിടെ ഈ കാലങ്ങളായി ഈ പരസ്പരം കൊണ്ടും കൊടുത്തും വളരെ സൗഹാർദ്ദത്തിൽ നിലനിന്ന് പോകുന്നുണ്ട്. അവരുടേതായിട്ടുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളും അവർ പരസ്പരം മാനിച്ചും അതുപോലെ അത് പരിപാലിച്ചും തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ നാടിൻ്റെ വൈവിധ്യം എന്നുള്ളത്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ളത്, അതൊരു അലങ്കാരമാണ്. അത് കേവലം ഒരു പദമല്ല, നമ്മുടെ ഒരു സംസ്കാരമാണ്, നമ്മുടെ ഒരു നിലപാടാണ്. ഒരിക്കലും ഒരു സംസ്കാരം മാത്രമേ നമുക്ക് ഇവിടെ പാടുള്ളൂ എന്നുള്ള ഒരു രീതിയിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ കാണില്ല. ഒരു പൂന്തോട്ടത്തിൽ വിവിധ തരം സസ്യങ്ങൾ, പുഷ്പങ്ങൾ കാണുമ്പോൾ കാണുന്ന ഒരു മനോഹരത, അത് ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അടുത്ത കാലത്ത് ഉണ്ടായ വിവാദങ്ങൾ, അത് ഒരു തരം അസഹിഷ്ണുതയുടെ ഭാഗമായിട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ വിഷയം ബന്ധപ്പെട്ടിട്ട് ഹൈക്കോടതി തന്നെ വിധി പ്രസ്താവിച്ചിട്ടുണ്ട്. തട്ടമിടാനുള്ള അവകാശം മൗലികാവകാശമാണെന്ന് ഹൈക്കോടതി വിധിച്ചത്. അത് ഭരണഘടനയുടെ 25-90 അനുച്ഛേദ പ്രകാരം സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണത്. അതായത് മതപരമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ തടയാൻ കോടതിക്ക് പോലും പരിമിതിയുണ്ട്. നമ്മുടെ ഭരണഘടന എന്നുള്ളത് നമ്മുടെ മതേതരത്തിൻ്റെ ഒരു കവചമാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് അതിനോട് ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യം, ഭരണഘടന എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു ഔദാര്യമായിട്ട് തരുന്ന കാര്യമല്ല. നമ്മുടെ നാട്ടിൽ ഭരണവും ഭരണഘടനയും ഒക്കെ വരാൻ കാരണമായിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് പോരടിച്ചിട്ടുള്ള വലിയൊരു വിഭാഗം നമ്മുടെ നാട്ടിൽ, അത് പല മതത്തിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. നമ്മൾ ഒരു മതത്തിൻ്റെയും ഈ സംഭാവനകളെ നമ്മൾ താഴ്ത്തി കാണിക്കാൻ പാടില്ല. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ളതും അതിനു വേണ്ടിയിട്ട് ജീവൻ ത്യജിച്ചിട്ടുള്ളതും ആയിട്ടുള്ള ഒരു വലിയൊരു നിര തന്നെ നമുക്ക് അഭിമാനിക്കാവുന്ന ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ ഒരു ഭരണത്തിനും അതുപോലെ ഭരണഘടനയ്ക്കൊക്കെ നിനാദമായിട്ടുള്ള ഇവിടുത്തെ വിവിധ സമൂഹങ്ങൾ അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നിലനിൽക്കേണ്ടത് ഈ രാജ്യത്തിൻ്റെ ഒരു മതപരമായിട്ടുള്ള അതുപോലെ ജനാധിപത്യപരമായിട്ടുള്ള ആ ഒരു അന്തസ്സിന് വേണ്ട വലിയൊരു കാര്യമാണത്. അതുകൊണ്ട് തന്നെ മതപരമായിട്ട് ഉള്ള ഒരു വിശ്വാസവും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളൊക്കെ നിലനിർത്തേണ്ടത് നമ്മുടെ നാടിൻ്റെ പൈതൃകത്തിന് വളരെ അനിവാര്യമായ കാര്യമാണ്. വസ്ത്രം ധരിക്കുന്നത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. ഓരോ മതത്തിനും അവരുടേതായിട്ടുള്ള ആചാരപ്രകാരമായിട്ടുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ വിദ്യാലയങ്ങളിൽ യൂണിഫോം എല്ലാം ഉണ്ടെങ്കിലും തട്ടം ധരിക്കുന്നത് ഒരിടത്തും നിരോധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഒരാൾ ഏത് വസ്ത്രം ധരിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം എന്നൊക്കെയുള്ളത് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. അത് അവർക്ക് ഭരണഘടന നൽകുന്ന ആ ഉറപ്പിൻ്റെ ആ ഒരു കവചത്തിൻ്റെ ഭാഗമാണ്. ഇന്നത്തെ സാമൂഹിക പരിസരത്ത് വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന വെറുപ്പും സംഘർഷവും വിദ്വേഷവും വളർത്താൻ ഇത്തരം ഈ ഒരു നിരോധനം കൊണ്ട് സമൂഹത്തിൽ ഉണ്ടാക്കുകയുള്ളൂ എന്നാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഇതുവരെ പറഞ്ഞതിൽ ഓക്കെ. പിന്നെ ഇപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, മുസ്ലിം സ്ത്രീക്ക് ശിരോവസ്ത്രം ധരിക്കൽ അനിവാര്യമായ ഒന്നാണോ? തീർച്ചയായിട്ടും മുസ്ലിം സ്ത്രീക്ക് മതപരമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായി ശിരോവസ്ത്രം ധരിക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഓരോരുത്തർക്കും അവരുടെ വിശ്വാസത്തെ മാനിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും ഒക്കെയുള്ള അവകാശം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവർക്കുണ്ട്. അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഒരു സ്ത്രീ ശിരോവസ്ത്രം ധരിച്ചു എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവർക്ക് അതിന് ഒരു അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യമില്ല. നമ്മുടെ സമൂഹത്തിൽ മതം അനുഷ്ഠിക്കുന്നവരുണ്ടാകും, ഇല്ലാത്തവരും ഉണ്ടാകാം. കുറേ ആളുകൾ ധരിക്കുന്നില്ല, അവർ നേരവണ്ണം
മതചിട്ടകൾ പാലിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവർ ചെയ്യരുത് എന്ന് അതിനർത്ഥമില്ല. അത് ഒരു തെറ്റായ ഒരു വാദമാണ്. അങ്ങനെ ഒരു ഇത്, കാരണം എല്ലാ കുട്ടികളും ധരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഒരു മതനിഷ്ഠ പാലിക്കണ ഒരു കുട്ടിക്ക് ധരിക്കണമെങ്കിൽ അതിനെ അനുവദിച്ചു കൊടുക്കണം. കാരണം മതപരമായിട്ടുള്ള വിശ്വാസം പാലിക്കാനും അനുഷ്ഠിക്കാനും ഒക്കെ നമ്മുടെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഭരണഘടന അനുശാസിക്കുന്നുണ്ട്, അനുവദിക്കുന്നുണ്ട്. പട്ടാളത്തിൽ പോലും വളരെ കർശനമായിട്ടുള്ള നിയമങ്ങൾ ഉള്ളതാണ് പട്ടാളത്തിൽ. അതിൽ പോലും മതവസ്ത്രങ്ങൾ അനുവദിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ പറയുന്ന കന്യാസ്ത്രീ അവർ തലയിൽ മക്കനെ പോലെ ശിരോവസ്ത്രം ധരിച്ചിട്ടാണ് അവർ ഈ കാര്യം പറയുന്നത്. അതായത് അവർക്കത് ധരിക്കാൻ, കുട്ടികൾക്കത് ആവില്ലെന്നാണ്. ഇതൊരു വിരോധാഭാസമല്ല. തങ്ങളുടെ സ്ഥാപനങ്ങളിൽ മതവസ്ത്രങ്ങൾ പാടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം അത് മാതൃക കാണിക്കേണ്ടത് അധ്യാപകർ തന്നെയാണ്. അപ്പോൾ ഇത്തരം വൈരുദ്ധ്യങ്ങൾ ഇതിൻ്റെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കന്യാസ്ത്രീയുടെ ഈ നിലപാടിനെ എതിർത്തുകൊണ്ട് ദളിതരും അതുപോലെ ഫാദർമാരും അവരെ മതത്തിൽ നിന്ന് തന്നെ നല്ല എതിർപ്പുണ്ടായിട്ടുണ്ട്. അതെല്ലാം ഈ ഒരു മതേതര സമൂഹത്തിൻ്റെ ഒരു നേർചിത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കുരിശ് ധരിച്ചും പൂണൂല് ഇട്ടും ചന്ദനക്കുരി തൊട്ടും ഒക്കെ കുട്ടികൾ വിദ്യാലയങ്ങളിൽ പോകുന്നുണ്ട്. അതൊന്നും നമുക്ക് ഒരിക്കലും പാടില്ലെന്ന് പറയാൻ കഴിയില്ല. കാരണം അതൊക്കെ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. പൊതുസമൂഹത്തിൽ അത് പരിപാലിക്കേണ്ടത് മതേതര സമൂഹത്തിൻ്റെ ഒരു അനിവാര്യമായിട്ടുള്ള ഒരു കടമയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വിദ്യാലയത്തിൽ മതചിഹ്നങ്ങൾക്ക് വിലക്കുണ്ടായിരിക്കാം അല്ലേ? അതുകൊണ്ടായിരിക്കും സ്കൂൾ ഹിജാബ് നിരോധിച്ചത്. അതിനെപ്പറ്റി ഒന്ന് പറയൂ. വിദ്യാലയങ്ങൾ മതചിഹ്നങ്ങൾക്ക് വിലക്കുണ്ടോ എന്ന് ഉണ്ടായിരിക്കാം എന്നൊക്കെ പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ആ സ്കൂളിൻ്റെ ഫോട്ടോ തന്നെ കണ്ടാൽ അതിൽ നിന്ന് മനസ്സിലാക്കാം. സ്കൂളിൻ്റെ മുകളിൽ പർദ്ദ ധരിച്ച മുസ്ലിം വസ്ത്രം, അതേ രീതിയിലുള്ള വസ്ത്രം ധരിച്ച മേരിയുടെ പ്രതിമ കാണാം. തലയിൽ തട്ടമിടരുന്ന് സ്കൂൾ ഡയറിയിൽ എവിടെയും പറഞ്ഞിട്ടുമില്ല. അപ്പം അങ്ങനെ ഒരു വിലക്കുള്ളതായിട്ട് അറിവിലില്ല. സ്കൂളിൻ്റെ യൂണിഫോം ധരിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. തട്ടമിടരുതെന്ന് അതിലില്ല. അതുമാത്രമല്ല, അവർ നിശ്ചയിക്കുന്ന ഒരു കളറ് ഏത് ആയാലും അതിൽ ആ രീതിയിലുള്ള യൂണിഫോമിന് യോജിക്കുന്ന തട്ടമിടുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഇത് തട്ടം ഇടാൻ പാടില്ല എന്നുള്ളത് ശരിക്കും അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റം തന്നെയാണ്. പിന്നെ മേൽപ്പറഞ്ഞ ആ സിസ്റ്റർ പഠിപ്പിക്കുന്ന പള്ളിരുത്തിയിലെ സെൻറ്റ് റീത്താസ് സ്കൂള്, അവിടെ നേരത്തെയും പല പരാതികളുണ്ടായിരുന്നു. അതായത് കൊച്ചുകുട്ടികളെ കൊണ്ട് കുരിശ് വരപ്പിക്കുക, അതും ഇതര മതസ്ഥരായിട്ടുള്ള കുട്ടികളെ കൊണ്ട് കുരിശ് വരപ്പിക്കുന്ന പരാതി മുമ്പുണ്ടായിട്ടുണ്ട്. ഈ വിഷയത്തിൽ വളരെ കൗതുകം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും വളരെ വർഗീയപരമായിട്ടുള്ള ഒരു നിലപാട് ഒരു ചെറിയ കുട്ടിയോട് ഇത്തരം മോശമായിട്ട് ഇടപെട്ടിട്ടുള്ള ആ ഒരു പ്രിൻസിപ്പാളിന് റോട്ടറി ക്ലബ്ബ് നല്ല പ്രിൻസിപ്പാളിനുള്ള അവാർഡ് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളമാണ് ഈ സമൂഹത്തിൽ ഇത്തരം ഛിദ്രത ജനിപ്പിക്കുന്നത്, അവർ എത്രത്തോളം ഒരു സമൂഹത്തോട് ഇത്തരം വെറുപ്പ് പുലർത്തുന്നതെന്ന് ഈ വിഷയം ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് തോന്നി. നേരാവണ്ണം ഇംഗ്ലീഷ് പോലും സംസാരിക്കാൻ അറിയാത്ത ആ ഒരു പ്രിൻസിപ്പാളിന് ഒരു അവാർഡ് കൊടുത്തത് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണെങ്കിൽ നമ്മുടെ സമൂഹം എത്തിപ്പെട്ടിട്ടുള്ള ഇത്രയും ച്യുതി നിറഞ്ഞ, വളരെ വൈരാഗ്യം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു. ഇസ്ലാമികമായ കാര്യമാണത്. ഇസ്ലാമിൽ സ്ത്രീകളുടെ സ്ഥാനം വളരെ മോശമാണെന്നാണല്ലോ കേൾക്കാറുള്ളത്. അതിൻ്റെ നിജസ്ഥിതി എന്താണ്? ഇസ്ലാമിലെ സ്ത്രീകളുടെ സ്ഥാനം വളരെ മോശമാണെന്നല്ല കേൾക്കാറുള്ളത്. ഇതിൻ്റെ നിജസ്ഥിതിയാണ് ചോദിച്ചത്. ഇത് നമ്മുടെ മുകളിലുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ടല്ലെങ്കിലും അതോട് ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും. അതായത് ഒരു സമൂഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ മാപിനെ നിശ്ചയിക്കുന്നത് ആ സമൂഹത്തിലെ സ്ത്രീകളുടെ അവസ്ഥ നോക്കിയിട്ടാണെന്ന് പറയാറുണ്ട്. സമൂഹത്തിൽ സ്ത്രീകളുടെ സുരക്ഷ മുഖ്യ പ്രധാനമാണ്. പ്രവാചകൻ്റെ കാലത്ത് പ്രവാചകൻ പ്രവചിക്കുകയുണ്ടായി. അതായത് അദ്ദേഹം പറഞ്ഞു, സന്നാ മുതൽ ഹദറമൗത്ത് വരെ, അതായത് അറേബ്യയിലെ നല്ല ദൂരപ്രദേശമായ 2 സ്ഥലങ്ങൾ, അതിലൂടെ ഒരു സ്ത്രീക്ക് നിർഭയത്തോടു കൂടി സഞ്ചരിക്കാവുന്ന ഒരു കാലം വരും എന്ന് പറയുന്നു. ഈ ഒരു പ്രവചനം സൂചിപ്പിക്കുന്നത് സ്ത്രീകളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചാണ്. നമ്മളെല്ലാം മനസ്സിലാക്കിയ പോലെ പ്രവാചകൻ തൻ്റെ പ്രവചനം തുടങ്ങുന്നതിന് മുമ്പുള്ള അറേബ്യയിലെ അവസ്ഥ എന്നുള്ളത് പെൺകുഞ്ഞുങ്ങളെ ജനിക്കാൻ പോലുമുള്ള അവകാശം നൽകാതെ, അവർക്ക് ജീവിക്കാൻ അവകാശം നൽകാതെ അവർ ജീവനോടെ കുഴിച്ചുകൂടുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി സ്ത്രീകളെ ബഹുമാനിക്കാനും അവർക്ക് മഹത്വം നൽകാനും മാതാവിനെ പോലെയും അതുപോലെ സ്ത്രീകളെ പളുങ്ക് പോലെയൊക്കെയാണ് പ്രവാചകൻ
ഇതാക്കിയിട്ടുള്ളത്. മാതാവിൻ്റെ കാലിനടിയിലാണ് സ്വർഗം എന്നൊക്കെ പറയുമ്പോൾ അത് അവരെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അത്തരം ഒരു സാമൂഹ്യ പരിസ്ഥിതിയിലേക്ക്, ഒരു അവസ്ഥയിലേക്ക് ഇസ്ലാമാണ് ഒരു മാറ്റം കൊണ്ടുവന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള അവകാശം നൽകുന്നുണ്ട്. ഇസ്ലാം സ്ത്രീക്ക് വളരെ അധികം സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. മതഭൗതിക വിദ്യാഭ്യാസം കരസ്ഥമാക്കാനും, ജോലി ചെയ്യാനും, ഇഷ്ടപ്പെട്ട വരനെ കണ്ടെത്താനും, അതുപോലെ സ്വത്ത് സമ്പാദിക്കാനും, ഭർത്താവിൽ നിന്ന് അർഹമായ സംരക്ഷണം നേടുവാനും, ഇനി അഥവാ ഒന്നിച്ചു പോകാൻ കഴിയാത്ത ബന്ധമാണെങ്കിൽ സ്ത്രീക്ക് തന്നെ വിവാഹമോചനം നേടുവാനും, അതിനുശേഷം വേറെ വിവാഹം കഴിക്കുവാനും എല്ലാം ഇസ്ലാം സ്ത്രീക്ക് അവകാശം നൽകുന്നുണ്ട്. ഇത്രയും അവകാശങ്ങൾ മറ്റേത് മതത്തിലാണ് നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്? അടുത്ത കാലം വരെ യൂറോപ്പിൽ സ്ത്രീകൾക്ക് ആത്മാവുണ്ടോ എന്ന് ചോദിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു യൂറോപ്പിൽ. മറ്റു മതത്തെ നമ്മൾ കമ്പയർ ചെയ്ത് സംസാരിക്കുമ്പോൾ ചില മതങ്ങളിൽ വിവാഹമോചനത്തിനോ പുനർവിവാഹത്തിനോ അനുവദിച്ചിരുന്നില്ല. പുനർവിവാഹം വ്യഭിചാരത്തിന് തുല്യമായാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ ആനി ബെസന്റ് തൻ്റെ ലൈഫ് ആൻഡ് ടീച്ചിങ് ഓഫ് മുഹമ്മദ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്. അവർ പറയുന്നത് സ്ത്രീക്ക് ക്രിസ്തു മതത്തേക്കാൾ സ്വാതന്ത്ര്യം ഇസ്ലാം നൽകുന്നതായിട്ടാണ്. അതുപോലെ ഗോസ്റ്റാഫ് ലെബോണി അറബ് സംസ്കാരം എന്നൊരു ഗ്രന്ഥത്തിൽ പറയുന്നത് സ്ത്രീ വിമോചനത്തിൽ ഖുർആൻ വഹിച്ച പങ്ക് ഗ്രഹിക്കണമെങ്കിൽ അറബികളുടെ സുവർണ യുഗത്തിലെ സ്ത്രീകളുടെ സ്ഥിതി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സ്ത്രീകളെ ആദരിക്കുക എന്ന ശീലം യൂറോപ്യർ അറബികളിൽ നിന്നാണ് പഠിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ ഒരിക്കലും സ്ത്രീയെ ഇസ്ലാം അനാദരിക്കുകയോ അടിച്ചമർത്തുകയോ ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന പോലെ തന്നെ ഒരുപാട് മുസ്ലിം സ്ത്രീകൾ നല്ല വിദ്യാഭ്യാസം നേടി നല്ലൊരു ജോലിയിലേക്ക് എത്തിപ്പെടാവുന്ന അവസ്ഥയിലേക്കൊക്കെ ഒരു പരിസ്ഥിതി മാറിയിട്ടുണ്ട്, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മാറിയിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും ഇസ്ലാം അതിനെ നിരുത്സാഹപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. പിന്നെ ഈ വിഷയത്തിൽ തന്നെ തിരിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് മറ്റൊരു കാര്യം ആ കന്യാസ്ത്രീ പറയുണ്ടായി. അതായത് തട്ടമിട്ടൊരു പെൺകുട്ടി സ്കൂളിലെത്തിയാൽ സഹപാഠികൾക്ക് പേടിയാവുമെന്ന വളരെ വിചിത്രമായിട്ടുള്ള വാദം, അതും ഈ പറഞ്ഞ പോലെ ശിരോവസ്ത്രം ധരിച്ച് ആ ഒരു കന്യാസ്ത്രീയാണ് പറയുന്നത്. വളരെ നിർലജ്ജമായിട്ടുള്ളൊരു നെഗറ്റീവാണ് അവർ അവിടെ അവതരിപ്പിച്ചത്. വളരെ വെളുക്കിനെ ചിരിച്ച്, എന്നാൽ തൻ്റെ ഉള്ളിലുള്ള ആ വെറുപ്പ് മുഴുവൻ, വിഷം മുഴുവൻ അവർ ഈ സമൂഹത്തോട് പ്രതിപാദിച്ചിട്ടുള്ളതിൽ നമ്മളെല്ലാം കണ്ടതാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഒരുപാട് പറയാനുണ്ടെങ്കിലും സമയദൈർഘ്യം ഭയന്ന് നിർത്തുന്നു. ഈ ചോദിച്ചതിനും അതിനോട് സഹകരിച്ചതിനും നന്ദി. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.